ഈശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ എനിക്ക് നൽകുന്ന എല്ലാ കരുതലിനും സ്നേഹത്തിനും ഒത്തിരി സ്നേഹത്തോടെ നന്ദി. ഇനിയും നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വചനഭാഗം വായിക്കാം. 2 കൊരിന്ത്യൻസിന് 10ഉം 11ഉം അധ്യായങ്ങളിലെ ചോദ്യോത്തരങ്ങളാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യം 1. 2 കൊരിന്ത്യൻസ് 10-ാം അധ്യായത്തിലെ ശീർഷകം ഏത്? പൗലോസിൻ്റെ ന്യായവാദം. 2. അടുത്തായിരിക്കുമ്പോൾ വിനീതനും അകന്നിരിക്കുമ്പോൾ തൻ്റെടിയുമായി കൊരിന്തോസുകാർ കരുതുന്നത് ആരെയാണ്? പൗലോസ്ലീഹായെ. വാക്യം 10:1. 3. ആരുടെ സൗമ്യതയുടെയും ശാന്തതയുടെയും പേരിലാണ് പൗലോസ്ലീഹ കൊരിന്തോസുകാരോട് അഭ്യർത്ഥിക്കുന്നത്? ക്രിസ്തുവിൻ്റെ. വാക്യം 10:1. 4. ഞങ്ങൾ ജീവിക്കുന്നത് ജഡത്തിലാണെങ്കിലും ജഡീകരെ പോലെയല്ല ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? പൗലോസ്ലീഹ. വാക്യം 10:3. 5. ദൈവത്തെപ്പറ്റിയുള്ള അറിവിനെതിരെ വാദമുഖങ്ങളെയും ഔദിത്യപൂർണമായ എല്ലാ പ്രതിബന്ധങ്ങളെയും ഞങ്ങൾ എന്തു ചെയ്യുമെന്നാണ് സ്ലീഹ എഴുതിയത്? തകർക്കും. വാക്യം 2 കൊരിന്ത്യർ 10:5. 6. ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതിന് എല്ലാ ചിന്താഗതികളെയും ഞങ്ങൾ എന്തു ചെയ്യുമെന്നാണ് സ്ലീഹ പറയുന്നത്? കീഴ്പ്പെടുത്തും. വാക്യം 10:5. 7. ആരെങ്കിലും താൻ ക്രിസ്തുവിനുള്ളവനാണെന്ന് ദൃഢമായി വിശ്വസിക്കുന്നുവെങ്കിൽ ഞങ്ങളും അവനെപ്പോലെ ആർക്കുള്ളവനാണെന്നാണ് സ്ലീഹ പറയുന്നത്? ക്രിസ്തുവിനുള്ളവനാണ്. വാക്യം 10:7. 8. കർത്താവ് ഞങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നാണ് സ്ലീഹ പറയുന്നത്? നിങ്ങളെ പടുത്തുയർത്താനാണ്, നശിപ്പിക്കാനല്ല. വാക്യം 10:8. ചോദ്യം 9. പൗലോസ്ലീഹായുടെ ലേഖനങ്ങൾ എങ്ങനെ ഉള്ളതാണെന്നാണ് കൊരിന്തോസുകാരിൽ ചിലർ പറയുന്നത്? ലേഖനങ്ങൾ ഈടുറ്റതും ശക്തവുമാണ്. വാക്യം 10:10. ചോദ്യം 10. അവൻ്റെ ശാരീരിക സാന്നിധ്യം അശക്തവും ഭാഷണം മനസ്സിലാകാത്തതുമാണെന്ന് ആരുടെ കാര്യമാണ് പറയുന്നത്? പൗലോസ്ലീഹായുടെ കാര്യം. വാക്യം 10:10. 11. ഞങ്ങളെ ആരുടെ ഗണത്തിൽ പെടുത്താൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല എന്നാണ് സ്ലീഹ പറയുന്നത്? ആത്മപ്രശംസ നടത്തുന്നവരുടെ ഗണത്തിൽ. വാക്യം 10:12. ചോദ്യം 12. ആത്മപ്രശംസ നടത്തുന്നവർ എങ്ങനെ ഉള്ളവരാണെന്നാണ് 2 കൊരിന്ത്യൻസ് 10:12 പറയുന്നത്? വിഡ്ഢികളാണ്. 13. ക്രിസ്തുവിൻ്റെ സുവിശേഷവുമായി കൊരിന്ത്യൻസിൽ എത്തിയത് ആരാണ്? പൗലോസ്ലീഹായും കൂട്ടരും. വാക്യം 10:12. 14. അഭിമാനിക്കുന്നവൻ ആരിൽ അഭിമാനിക്കട്ടെ എന്നാണ് പൗലോസ്ലീഹ 2 കൊരിന്ത്യൻസിൻ്റെ 10:17 പറയുന്നത്? കർത്താവിൽ. 15. 2 കൊരിന്ത്യൻസിൻ്റെ 11-ാം അധ്യായത്തിലെ ശീർഷകം ഏത്? കപട അപ്പസ്തോലന്മാർ. 16. എന്ത് സംസാരിക്കുന്നതിൽ നിങ്ങൾ സഹിക്കണമെന്നാണ് സ്ലീഹ പറയുന്നത്? അല്പം ഭോഷത്വം സംസാരിക്കുന്നതിൽ. വാക്യം 11:1. 17. എനിക്ക് നിങ്ങളോട് എന്തു തോന്നുന്നുവെന്നാണ് സ്ലീഹ എഴുതിയത്? ദൈവികമായ അസൂയ. വാക്യം 11:2. 18. നിർമ്മലമായ വധുവിനെ കുറിച്ച് ഏത് ഗ്രന്ഥത്തിലാണ് എഴുതിയിരിക്കുന്നത്? ഹോസിയ 2-ാം അധ്യായം. 19. സർപ്പം ഹവ്വായെ തന്ത്രപൂർവം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകളെ ക്രിസ്തുവിലുള്ള എന്തിൽ നിന്നും നിങ്ങളെ വ്യതിചലിപ്പിക്കുമോ എന്ന് ആണ് സ്ലീഹ ഭയപ്പെടുന്നത്? ക്രിസ്തുവിലുള്ള ലാളിത്യത്തിൽ നിന്നും വിശുദ്ധിയിൽ നിന്നും വ്യതിചലിപ്പിക്കുമോ എന്നാണ് ഭയപ്പെടുന്നത്? 20. നിങ്ങളെ ക്രിസ്തുവിന് സമർപ്പിക്കുന്നതിനു വേണ്ടി ക്രിസ്തുവുമായി നിങ്ങളുടെ വിവാഹം ഞാൻ നടത്തി എന്ന് പൗലോസ്ലീഹ ഈ വാക്യത്തിലൂടെ എന്താണ് അർത്ഥമാക്കുന്നത്? സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്. 21. പൗലോസ്ലീഹ എന്താണ് ദൈവിക അസൂയ എന്ന് പറയുന്നത്? ഇത് ഏത് ഗ്രന്ഥത്തിലാണ് ഈ വാക്കുള്ളത്? പുറപ്പാട് 20:5.
ചോദ്യം 22. ഏത് സഭയാണ് ക്രിസ്തുവിൻ്റെ നിർമ്മല മണവാട്ടിയായി പൗലോസ്ലീഹ സമർപ്പിച്ചത്? കൊറിന്ത്യസ് സഭയെ. വാക്യം 11:2-23. കൊറിന്ത്യസുകാരെ ക്രിസ്തുവിൽ നിന്നും വ്യതിചലിപ്പിക്കുന്നു എന്നാണ് പൗലോസ്ലീഹ ഭയപ്പെടുന്നത്? കപട അപ്പസ്തോലന്മാർ. 24. പൗലോസ്ലീഹ എങ്ങനെയാണ് സുവിശേഷം പ്രചരണം നടത്തിയത്? ദൈവത്തിൻ്റെ സുവിശേഷം പ്രതിഫലം കൂടാതെ പ്രസംഗിച്ച്. വാക്യം 11:7. 25. അപ്പസ്തോല പ്രമാണിമാരെക്കായി തുലനം ചെയ്യുമ്പോൾ എന്താണ് പൗലോസ്ലീഹയുടെ വിശ്വാസം? അപ്പസ്തോലന്മാരെക്കാൾ കുറഞ്ഞവനല്ല എന്ന്. വാക്യം 11:5. 26. പ്രധാനമായും ദൈവത്തിൻ്റെ സുവിശേഷം പ്രതിഫലം കൂടാതെ പ്രസംഗിക്കാൻ ആരാണ് ശ്രദ്ധിച്ചത്? പൗലോസ്ലീഹ. വാക്യം 10:7. 27. പൗലോസ്ലീഹ കൊറിന്ത്യസിൽ ആയിരിക്കുമ്പോൾ സ്ലീഹായുടെ ഞെരുക്കങ്ങളിൽ ആരാണ് സ്ലീഹായെ സഹായിച്ചത്? മക്കദോനിയക്കാർ. 28. ക്രിസ്തുവിൻ്റെ സത്യം എന്നിൽ ഉള്ളതുകൊണ്ട് എൻ്റെ ഈ പ്രശംസ എവിടെ ഉള്ളവർ കേൾക്കാതിരിക്കില്ല എന്നാണ് 11:10 പറയുന്നത്. അക്കായ പ്രദേശത്തിലുള്ളവർ. 29. ആരുടെ അവകാശവാദം ഖണ്ഡിക്കുമെന്നാണ് സ്ലീഹ പറയുന്നത്? പ്രേക്ഷിത വേലയെക്കുറിച്ച് അവകാശവാദം പറയുന്നവരുടെ. വാക്യം 11:12. 30. ആരെയാണ് സ്ലീഹ കപട ഭക്തന്മാരായ അപ്പസ്തോലന്മാർ, വഞ്ചകരായ ജോലിക്കാരെന്നും ക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാരായ വ്യാജ വേഷം കെട്ടിയവരെന്നും വിളിക്കുന്നത്? താങ്കളുടെ പ്രേക്ഷിത വേലയിൽ വമ്പ് പറയുന്നവരെ. 31. എന്താണ് പൗലോസ്ലീഹ ആത്മപ്രശംസ നടത്താനുള്ള കാരണം? സ്ലീഹായെ പോഷനായി കരുതുന്നതുകൊണ്ട്. 32. ആരുടെ അധികാരത്തോടെയല്ല താൻ സംസാരിക്കുന്നു എന്നാണ് സ്ലീഹ പറഞ്ഞത്? കർത്താവിൻ്റെ. 33. അപ്പസ്തോലൻ്റെ സഹനം എപ്രകാരമായിരുന്നു? വളരെ കൂടുതൽ കാരാഗ്രഹവാസം, എണ്ണമറ്റ വിധം പലതവണ മരണവക്രത്തിൽപ്പെട്ടു, 5 പ്രാവശ്യം യഹൂദന്മാരുടെ കയ്യിൽ നിന്നും 40 വീതം അടികൊണ്ടു, 3 പ്രാവശ്യം വടികൊണ്ട് അടിക്കപ്പെട്ടു, ഒരിക്കൽ കല്ലെറിയപ്പെടുകയും 3 പ്രാവശ്യം കപ്പലപകടത്തിൽപ്പെട്ടു, ഒരു രാത്രിയും ഒരു പകലും കടലിൽ ഒഴുകി നടന്നു. യാത്രയിൽ സ്വന്തക്കാരിൽ നിന്നും കൊള്ളക്കാരിൽ നിന്നും അപകടങ്ങളുണ്ടായി. നഗരത്തിൽ വെച്ചും വിജനപ്രദേശത്ത് വെച്ചും കടലിൽ വെച്ചും അപകടത്തിൽ അകപ്പെട്ടു. 33. എങ്ങനെ ആയിരുന്നു സുവിശേഷ വേലകളുടെ നാളുകളിൽ പൗലോസ്ലീഹായുടെ ജീവിതം? കഠിനാധ്വാനം, വിഷമസന്ധി, ജാഗരണം, വിശപ്പ്, ദാഹം, ഉപവാസം, തണുപ്പ്, നഗ്നത, ഇങ്ങനെയാണ് ജീവിതം നയിച്ചത്. കഷ്ടതയുടെ നടുവിലും ആകുലതയായിരുന്നു സ്ലീഹ അലട്ടിക്കൊണ്ടിരുന്നത്? സകല സഭകളെക്കുറിച്ചുള്ള ഉത്കണ്ഠ. 36. എവിടെ വെച്ചാണ് പൗലോസ്ലീഹായെ പിടിക്കുന്നതിനു വേണ്ടി നഗരത്തിന് കാവൽ ഏർപ്പെടുത്തിയത്? ദമാസ്കസിൽ വെച്ച്. വാക്യം 11:12. 37. ഏത് രാജാവിൻ്റെ ദേശാധിപതിയാണ് കാവൽ ഏർപ്പെടുത്തിയത്? ആരത്താസ് രാജാവിൻ്റെ. 38. എങ്ങനെയാണ് അന്ന് പൗലോസ്ലീഹ നഗരത്തിൽ നിന്നും രക്ഷപ്പെട്ടത്? മതിലുള്ള ഒരു കിളിവാതിലൂടെ കുട്ടയിൽ താഴെ ഇറക്കപ്പെട്ടു. വാക്യം 11:33-39. ചോദ്യം 39. പൗലോസ്ലീഹ കുട്ടയിൽ താഴെ ഇറക്കപ്പെട്ട സംഭവം ഏത് ഗ്രന്ഥത്തിലാണ് വേറെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? അപ്പസ്തോല പ്രവൃത്തി 29, അപ്പസ്തോല പ്രവൃത്തി 9:25. താങ്ക്സ് ഫോർ വാച്ചിങ്.